guys, welcome to the third episode of Driving Tutorial. So നമ്മൾ ഇതുവരെ ഉള്ള എപ്പിസോഡുകളിൽ എങ്ങനെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാമെന്നും ഒരു റോളിംഗ് സ്പീഡിൽ ഓടിക്കാമെന്നുള്ളതും കുറച്ച് ഗിയർ എങ്ങനെ മാറാമെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. സോ ഇപ്പം നിങ്ങൾ ഓൾറെഡി വണ്ടി ഓടിക്കാമെന്ന് അറിയാവുന്ന ഒരാളാണെങ്കിൽ ഒരു ബിഗിനർ ലെവലിൽ വണ്ടി ഓടിക്കുന്ന ഒരാൾക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു വാഹനം ഓടിച്ച് പരിശീലനമായി അത്യാവശ്യം ഒരു ഡീസൻ്റായിട്ട് ഓടിക്കുന്ന ഒരു സമയത്ത് തന്നെ നമുക്ക് കൂടുതൽ സ്പീഡിൽ ഓടിക്കാനായിട്ടുള്ള ഒരു പ്രവണത വരാൻ ചാൻസ് ഉണ്ട്. സോ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും പ്രധാനമായിട്ട് വരുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ വാഹനം ഓടിക്കുമ്പോഴത്തേക്കും ഓരോ വാഹനത്തിന് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബ്രേക്കും ഗിയറും അതിൻ്റെ മെക്കാനിസം ഒക്കെ ഡിഫറെൻ്റ് ആണ് വരുന്നത്. പല തരത്തിലുള്ള പവർ ഔട്ട്പുട്ട് വ്യത്യാസം വരാം. സോ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മളിപ്പം എല്ലാ വാഹനത്തിലും ഒരേപോലെ ഓവർടേക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഒരേപോലെ നമുക്ക് ബ്രേക്ക് ചെയ്ത് നിർത്താനോ പറ്റാത്തൊരവസ്ഥ വരും. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഒരു ബിഗിനർ എന്നുള്ള രീതിയിൽ നമുക്ക് ചിലപ്പം പാനിക് ആവാനുള്ള സാധ്യതയുണ്ട്. സോ ഇങ്ങനത്തെ ഒരു സാഹചര്യം എങ്ങനെ ടാക്കിൾ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത്. സോ നമുക്ക് കുറച്ച് വാഹനം ഓടിച്ചുകൊണ്ട് നമുക്ക് പറയാം. ഇതിൻ്റെ ഫ്യൂവൽ കുറവാണ്, അന്നേരം നമുക്കൊന്ന് പെട്രോൾ പമ്പിലും കയറാം. ഹായ് ഗൈസ്, അതിൻ്റെ ഇടയ്ക്ക് ചെറുതായിട്ട് വണ്ടി പഞ്ചറായി. സോ ഇപ്പം നമ്മൾ വണ്ടി പഞ്ചറായത് റെഡിയാക്കി. അടുത്തായിട്ട് നമുക്ക് ഒരു പെട്രോൾ പമ്പിൽ കയറി കുറച്ച് ഡീസൽ അടിക്കാം, ഇല്ലെങ്കിൽ ഈ വണ്ടി ഓഫായി പോവും. സോ ഒരു ബിഗിനർ ആയിട്ടുള്ള ഒരാൾ എപ്പോഴും ഒരു സേഫ് സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറഞ്ഞു. സോ അതിന് ഒരു പ്രധാന കാരണം എപ്പോഴും നമുക്ക് പല സിറ്റുവേഷൻസിനെ എൻകൗണ്ടർ ചെയ്യേണ്ടി വരും. എന്നിട്ട് ഈ സിറ്റുവേഷനിൽ എങ്ങനെ ആക്ട് ചെയ്യണമെന്ന് നമ്മളൊരു നല്ല സ്പീഡിലാണ് വരുന്നതെങ്കിൽ നമുക്ക് ചിലപ്പം ഒരു സ്പ്ലിറ്റ് സെക്കൻഡിൽ ഡിസിഷൻ എടുക്കാൻ പറ്റത്തില്ല. സോ അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഒരു ഡിഫെൻസീവ് ഡ്രൈവിങ്ങിൻ്റെ ടെക്നിക്സ് ഒക്കെ ഉപയോഗിക്കേണ്ടി വരുന്നത്. സോ നമുക്ക് എപ്പോഴും ഒരേ ഒരു സിമിലർ സിറ്റുവേഷൻ ഹാപ്പൻ ചെയ്യാനായിട്ടുള്ള ഒരു പോസിബിലിറ്റി വളരെ കുറവാണ്. സോ നമ്മളിപ്പം ഇത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡ്രൈവർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് മുമ്പ് സംഭവിച്ച പോലുള്ള ഒരു സിമിലർ സാഹചര്യം ഉണ്ടാവണം എന്നുള്ളൊരു പോസിബിലിറ്റി ഇല്ല. സോ നമ്മൾ പ്രോബബിലിറ്റി പറയുന്ന പോലെ ഒരേ സ്പീഡിൽ അല്ലെങ്കിൽ ഇതേപോലെ വാഹനം വരണം, എല്ലാപ്പോഴും അതിൻ്റെ റോഡ് കണ്ടീഷൻ, ടയർ കണ്ടീഷൻ എല്ലാം സിമിലർ ആവണമെന്നില്ല. സോ നമ്മൾ ഓരോ തവണ ബ്രേക്ക് പിടിക്കുമ്പോഴും ഒക്കെ നമുക്ക് ജനറേറ്റ് ആവുന്ന ഒരു സിറ്റുവേഷൻ ഡിഫറൻ്റ് ആയിരിക്കും. സോ നമ്മളിപ്പോൾ എത്ര വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ഡിഫറെൻറ്റ് സിറ്റുവേഷനിൽ ഡിഫറെൻ്റ് ആയിട്ട് ആക്ട് ചെയ്യേണ്ടി വരും. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡ്രൈവിംഗ് സ്കില്ലുള്ള ഒരാളാണെങ്കിൽ പോലും നമുക്ക് പിന്നീട് നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളതും അല്ലെങ്കിൽ നമ്മൾ എത്ര കെയർഫുള്ളായിട്ട് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാലും ഓപ്പോസിറ്റ് വരുന്ന ആ സിമിലർ രീതിയിലോ അല്ലെങ്കിൽ നമ്മൾ ഓടിക്കുന്ന അതേ ശ്രദ്ധയോടെ ഓടിക്കണമെന്നില്ല. സോ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് നമുക്ക് ഡിഫെൻസീവ് ഡ്രൈവിംഗ് ടെക്നിക്സ് യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. സോ ഡിഫെൻസീവ് ഡ്രൈവിംഗ് ടെക്നിക്കിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ലപോലെ ഒബ്സർവ് ചെയ്യുക, അവെയർ ആവുക, അതേപോലെ നമുക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുക. സോ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണുകൾ എപ്പോഴും റോഡിലായിരിക്കണം. നമ്മൾ ഒരിക്കലും ഡിസ്ട്രാക്റ്റ് ആവാൻ പാടില്ല. ഈവൻ നമ്മൾ കോ പാസഞ്ചറിനോട് സംസാരിക്കുന്നത് വരെ ഡിസ്ട്രാക്ഷന് ചാൻസ് ഉണ്ടാവുന്നുണ്ട്. ഓൾസോ നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ മൊബൈലൊക്കെ യൂസ് ചെയ്യാതിരിക്കുക. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഒബ്സർവേഷൻ അല്ലെങ്കിൽ ഡിസ്ട്രാക്ഷൻ അവോയ്ഡ് ചെയ്യാനും വേണ്ടിയിട്ടൊക്കെ ചെയ്യേണ്ടത്. ഓൾസോ ഒബ്സർവ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ റോഡിലെ ലൈൻസ്, മാർക്കിങ്, പിന്നെ ബാക്കിയുള്ള വാഹനങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നുണ്ട്, പിന്നെ ലൈക്ക് റോഡിലെ സിംബൽസ്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ കണ്ണുകൊണ്ട് ഒബ്സർവ് ചെയ്യേണ്ടത്. ഓൾസോ നമ്മൾ നമ്മുടെ മിറേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. എപ്പോഴും നമ്മുടെ റൈറ്റ്, ലെഫ്റ്റ്, സെൻറ്റർ മിറർ എപ്പോഴും നമ്മുടെ ഒബ്സർവേഷനിൽ നല്ല രീതിയിൽ ബാക്ക് സൈഡ് കാണാൻ പറ്റുന്ന രീതിയിൽ വേണം ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്തിരിക്കാനായിട്ട്. സോ നമ്മൾ മിറേഴ്സിനെ പ്രോപ്പറായിട്ട് ഒബ്സർവ് ചെയ്തില്ലെങ്കിലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഇപ്പം നമുക്ക് നമ്മുടെ സറൗണ്ടിങ്സിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളൊരു ധാരണ ഇല്ലാതായിപ്പോവും. ഈവൻ അത് ഹൈ സ്പീഡ് അല്ലെങ്കിൽ ഒരു ഹൈവേ സിറ്റുവേഷൻ ആണെങ്കിലോ അല്ലെങ്കിൽ ഒരു ട്രാഫിക് സിറ്റുവേഷൻ ആണെങ്കിലോ ഒക്കെ നമ്മുടെ ചുറ്റുപാടും ഒരു 360 ഡിഗ്രി ക്യാമറ കാണുന്ന പോലെ എന്താണ് നമ്മുടെ ചുറ്റും സംഭവിക്കുന്നത് എന്നുള്ളതിൽ ഒരു ഐഡിയ വേണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഓക്കെ ഇന്ന വണ്ടി ഒരു ബാക്കിൽ നിന്ന് ഒരാൾ ഇടിക്കാൻ വന്നു കഴിഞ്ഞാൽ വരെ നമുക്ക്
ഒരു സിറ്റുവേഷണൽ അവയർനെസ് ഉണ്ടെങ്കിൽ നമുക്കത് ആ ഒരു കൊളിഷൻ അവോയ്ഡ് ചെയ്യാൻ പറ്റും. സോ ആൻറ്റിസിപ്പേഷനിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മളിപ്പം ഒരു ആൾ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ ഇയാൾ ചാടാനുള്ള സാധ്യത, അല്ലെങ്കിൽ ആ ഒരു വാഹനം ക്രോസ് ചെയ്യാനുള്ള സാധ്യത ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് നമുക്ക് മുൻകൂറായിട്ട് ബ്രേക്സിൽ കാല് വെച്ച് നമുക്ക് അല്ലെങ്കിൽ ബ്രേക്സ് അപ്ലൈ ചെയ്ത് തുടങ്ങാം. സോ നമുക്ക് അത്രയും ടൈം കൂടുതൽ കിട്ടും. നമ്മൾ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 80-ലോ അല്ലെങ്കിൽ 60-ൽ പോകുമ്പോഴത്തേക്കും നമ്മൾ ആക്സലറേറ്റ് ചെയ്യുന്ന കാലെടുത്ത് ബ്രേക്കിലോട്ട് വെക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ഒരു മീറ്റർ പെർ സെക്കൻഡിൽ നമ്മൾ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു 5 മീറ്റർ നമ്മൾ കടന്നു കഴിഞ്ഞാണ്. സോ ഈ 5 മീറ്റർ നമ്മുടെ ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് പ്രഷ്യസ് ആയതുകൊണ്ട് നമുക്ക് കെയർഫുള്ളാണ്. ഇപ്പോൾ തന്നെ ആ ഒരു ഫ്രോങ്സ് എൻ്റെ ശ്രദ്ധയിലുള്ളത് കൊണ്ട് ഓക്കെ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാൻ സാധ്യതയുണ്ട്. പുള്ളി ഓവർടേക്ക് ചെയ്ത് എത്തുമെന്നുള്ളത് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. സോ എപ്പോഴും നമ്മുടെ ചുറ്റുപാട് ഒരു ട്രാക്ക് വേണം, എങ്ങനെ എന്തൊക്കെയാണ് ചുറ്റും സംഭവിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ. സോ അടുത്തതായിട്ട് നമുക്ക് എപ്പോഴും ഒരു സേഫ് ഫോളോ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. സോ നമ്മളിപ്പോൾ ഒരു വാഹനം ഓടിക്കുമ്പോഴത്തേക്കും മുമ്പിലുള്ള വാഹനത്തിനെ നിന്ന് ഒരു 3 സെക്കൻഡ് റൂൾ എന്ന് പറയും. ഞാൻ യൂഷ്വലി 3 സെക്കൻഡ് റൂൾ അല്ല ഫോളോ ചെയ്യുന്നത്. ഞാൻ എൻ്റെ വിസിബിലിറ്റിക്ക് അനുസരിച്ച് എനിക്ക് ഫ്രണ്ടിൽ പോകുന്ന കാറിൻ്റെ റിയർ ടയേഴ്സ് എനിക്ക് പ്രോപ്പറായിട്ട് വിസിബിൾ ആണെന്നുള്ള ഒരു ദൂരം ആണ് ഞാൻ കീപ്പ് ചെയ്യാറ്. സോ 3 സെക്കൻഡ് റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ മുമ്പിലുള്ള വാഹനം ഒരു ഒബ്സ്റ്റക്കിളിനെ കടന്നു അല്ലെങ്കിൽ ഒരു പോസ്റ്റിനെ കടന്നെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ വിത്തിൻ 3 സെക്കൻഡ് ആയിരിക്കണം നമ്മൾ ആ ഒരു പോയിന്റിൽ എത്തേണ്ടത്. സോ നമുക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓക്കെ, ഇപ്പം ആ ഒരു വാഹനം ആ ഒരു മരത്തിനെ ക്രോസ് ചെയ്തു. ഇപ്പോൾ 1 2 3 4 5 6 നമ്മളൊരു 6 സെക്കൻഡ്സോളം ലാഗ് ചെയ്താണ് പോകുന്നത്. എന്തായാലും ഒരു 3 സെക്കൻഡ് ലാഗ് വരുന്ന രീതിയിൽ വേണമുള്ള ഡിസ്റ്റൻസ് നമ്മൾ കീപ്പ് ചെയ്യണം എന്നാണ് 3 സെക്കൻഡ് റൂൾ പറയുന്നത്. സോ നമ്മൾ ആ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് ബ്രേക്ക് ചെയ്യാനും നമുക്കൊരു മൂവ്മെൻറ്റ് കീപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം മുമ്പേ എത്തും. ഓൾസോ നമുക്ക് ഇപ്പം ലുക്ക് ഫാർ എഹെഡ് എന്നുള്ള രീതിയിൽ എപ്പോഴും മുമ്പോട്ടുള്ള ഒരു വിഷൻ ശ്രദ്ധിക്കുക. ഓക്കെ, നമ്മൾ ഇപ്പം ഈ ഒരു കേവ് വരുന്നിടത്തുനിന്ന് ആ കേവിലേക്ക് ഇപ്പോൾ തലയിട്ടൊക്കെ ഇങ്ങനെ അങ്ങനെ നോക്കാം. ചിലർ ഇവിടെ ഇരിക്കുന്നിടത്തുനിന്ന് തന്നെ ഇങ്ങനെ ഇരുന്ന് നോക്കുന്ന രീതി അല്ലാതെ നമുക്കിപ്പം ബ്ലൈൻഡ് സ്പോട്ട് കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് കാറിന് കൂടുതലായിട്ട് ബ്ലൈൻഡ് സ്പോട്ട് ഉള്ളത് കൊണ്ട് നമുക്ക് കുറച്ച് എത്തിയൊക്കെ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഓക്കെ ബാക്കിലൊക്കെ വണ്ടി ഉണ്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ വളം എത്തുമ്പോഴത്തേക്ക് തലയിട്ടൊക്കെ നോക്കാം. സോ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടെ റോഡിനെ ഇപ്പം ഡെഡ് അല്ലെങ്കിൽ ബ്ലൈൻഡ് ആയിട്ടുള്ള കേർവ്സിനെയൊക്കെ നമുക്ക് ടാക്കിൾ ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ആവും. സോ നമ്മുടെ ലൈനിൽ നിന്ന് മാറണം എന്ന് പറയുന്നില്ല, നമ്മുടെ ലൈനിൽ തന്നെ കീപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് എത്തിയൊക്കെ നോക്കാം. അങ്ങനെ നോക്കുന്നത് വഴി നമുക്ക് കുറച്ചുകൂടെ ദൂരത്തു നിന്നുള്ള വിസിബിലിറ്റി കിട്ടും. സോ നമുക്കിപ്പം ഫ്രണ്ടിലുള്ള ഒരു വാഹനത്തെ മാത്രമായിരിക്കില്ല നമ്മുടെ ട്രാക്കിൽ വരേണ്ടത്. എപ്പോഴും ഒരു 2-3 വെഹിക്കിൾസ് എന്താണ് ചെയ്യുന്നതെന്നുള്ള ഒരു സിറ്റുവേഷണൽ അവയർനെസ് എപ്പോഴും ഉണ്ടാവണം. സോ അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എപ്പോഴും എൻജിൻ ബ്രേക്കിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്യുക. അതായത് നമ്മളിപ്പോൾ ഒരു 40 സ്പീഡിലൊക്കെയാണ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 40 സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ജസ്റ്റ് ഇപ്പം നമ്മൾ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഡയറക്റ്റ്ലി ക്ലച്ചും ബ്രേക്കും ആ ഒരു ഗിയറിൽ തന്നെ നിർത്താതെ നമുക്ക് ഗിയർ ഡൗൺ ചെയ്ത് വെഹിക്കിളിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. സോ ഇപ്പം നമുക്ക് എക്സാമ്പിൾ കാണിക്കുകയാണെങ്കിൽ ഇപ്പം ഞാൻ ഈ ഒരു ടേൺ കഴിഞ്ഞ് നിർത്താം. ഓക്കെ, ഇപ്പം ഞാൻ ഓൾമോസ്റ്റ് 40 കിലോമീറ്റർ സ്പീഡിലാണ്. ഇപ്പോൾ ഒരു ഇറക്കവും കൂടാണ്. അന്നേരത്തേക്ക് എനിക്ക് ഈ ഒരു ഇറക്കത്തിൽ വാഹനം നിർത്തുന്നുണ്ടെങ്കിൽ ഞാൻ ബ്രേക്സിനെ യൂസ് ചെയ്യാതെ ഞാൻ ഗിയറിന് വെച്ച് മാത്രം സ്ലോ ചെയ്യാൻ ട്രൈ ചെയ്യാണ്. സോ ഇപ്പം ഞാൻ 3rd ഗിയറിലായി. ഓക്കെ, ഇപ്പം ഞാൻ കുറച്ചുകൂടെ സ്ലോ ആയി 2nd ഗിയറിലായി. സോ നമ്മളിപ്പം സ്റ്റോപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു രീതിയിൽ എൻജിൻ്റെ റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ ഓരോ ഗിയറിനെ വെച്ചിട്ട് എൻജിൻ ബ്രേക്ക് ചെയ്യാം. സോ അങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് ഹൈ റേഞ്ച് ഏരിയാസിലൊക്കെ വണ്ടി ഓടിക്കുമ്പോഴത്തേക്കും ബ്രേക്സ് ഓവർ ഹീറ്റായി പോകുന്ന പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. നമ്മൾ പ്രധാനമായിട്ട് ഇറങ്ങുന്ന സമയത്ത് ഹൈ റേഞ്ചിൽ നിന്ന് തിരിച്ചിറങ്ങി വരുന്ന സമയത്ത് കണ്ടിന്യൂസ്ലി ബ്രേക്ക് കൊടുക്കുന്ന സമയത്ത് ഇതേപോലെ ബ്രേക്സ് ഓവർ ഹീറ്റ് ആവും. അന്നേരം ഇങ്ങനൊരു സാഹചര്യത്തിൽ നമ്മൾ എൻജിൻ ബ്രേക്കിംഗ് കൂടെ യൂസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷൻസിനെയൊക്കെ ടാക്കിൾ ചെയ്യാം. അടുത്തതായിട്ട് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റുവേഷൻ അനുസരിച്ച് വാഹനം ഓടിക്കുക എന്നുള്ളതാണ്.
സോ നമ്മളിപ്പം ഓക്കെ നല്ലൊരു ബ്രൈറ്റ് സണ്ണി ഡേ ഒക്കെ ആണ്, ഓക്കെ നല്ല വിസിബിലിറ്റി ഉണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ആ ഒരു സ്പീഡ് ഇപ്പം ഹൈവേസിലൊക്കെ 100-110 പോകാം എന്ന് പറഞ്ഞ് ഇറ്റ്സ് നോട്ട് നെസസറി ആ ഒരു സ്പീഡിൽ പോകണമെന്നുള്ളത്. നമുക്ക് ഫേവറബിളായിട്ടുള്ളൊരു സ്പീഡ് കീപ്പ് ചെയ്യുക. എപ്പോഴും നമ്മുടെ ഹൈ സ്പീഡ് ട്രാക്കിനെ വിട്ടിട്ട് നമുക്ക് ബാക്കിയുള്ള ആൾക്കാരെ കടത്തി വിടുന്ന രീതിയിലുള്ള സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യുക. സോ ഇപ്പം നമുക്ക് മഴ അങ്ങനെയുള്ള സിറ്റുവേഷൻ, മഞ്ഞ് കാണാൻ പറ്റാത്ത രീതിയിലുള്ള വിസിബിലിറ്റിയെ തടസ്സം വരുത്തുന്ന രീതിയിലുള്ള എന്ത് സിറ്റുവേഷൻ ഉണ്ടെങ്കിലും നമുക്കിപ്പം 80 കിലോമീറ്റർ ആണെങ്കിൽ നേരെ അതിൻ്റെ ഒരു പാതി സ്പീഡിൽ കീപ്പ് ചെയ്യാം. സോ നമുക്ക് കുറച്ചുകൂടെ ഒരു ക്ലിയർ വ്യൂ കിട്ടും. മഴയൊക്കെ ആണെങ്കിൽ ചില സമയത്ത് ഭയങ്കര മഴയാകുമ്പോഴത്തേക്ക് നമുക്ക് വൈപ്പേഴ്സ് ഇട്ടാൽ പോലും നമുക്ക് കാണാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരും. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനെയൊക്കെ ടാക്കിൾ ചെയ്യാം. അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാക്കി ആൾക്കാരുടെ ശ്രദ്ധിക്കുക. അതായത് നമുക്ക് ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങളെയും സൈഡിൽ കൂടെ പോകുന്ന ആൾക്കാരെയും അല്ലെങ്കിൽ വാഹനങ്ങളെയൊക്കെ ഇവരുടെ ഒരു മൂവ്മെന്റ്സ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതായത് ഇപ്പം ഇവര് അലസമായിട്ടാണോ ഓടിക്കുന്നത്, ഇപ്പം ഇവരെ നമ്മളെ തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇടിക്കാൻ സാധ്യതയുണ്ടാവും. അന്നേരം അങ്ങനെ ഇപ്പോൾ ഒരു രാത്രിയൊക്കെ ഓടിക്കുമ്പോഴത്തേക്ക് എനിക്ക് പലപ്പോഴും അങ്ങനെയുള്ള സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവര് ഒരു അശ്രദ്ധമായിട്ടായിരിക്കും നമ്മുടെ അടുത്തേക്ക് വണ്ടി ഓടിച്ച് വരുന്നത്. എന്നിടത്തേക്ക് നമ്മൾ ഹോൺ അടിച്ച് ഒന്നെങ്കിൽ അവരെ അലേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ചിലപ്പോൾ ഉറങ്ങിയൊക്കെ ഓടിക്കുന്ന ആൾക്കാർ കാണും. സോ ഇപ്പം അയാൾ ഇങ്ങോട്ട് കയറി വരുന്നതെന്ന് വെച്ചാൽ തിരിച്ച് അയാളെ അങ്ങോട്ടാക്കാൻ നോക്കരുത്. ചിലപ്പോൾ ഉറങ്ങി വരുന്ന ആളാവാൻ സാധ്യതയുണ്ട്. സോ അങ്ങനത്തെയൊക്കെ ഒരു സിറ്റുവേഷനിൽ ഹോൺ അടിച്ചൊക്കെ അവരെ ഉണർത്താനായിട്ട് ശ്രമിക്കുക. അടുത്തതായിട്ട് വാഹനത്തിന് എപ്പോഴും പ്രോപ്പർ ഒരു കണ്ടീഷനിൽ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. സോ നമ്മളിപ്പോൾ എത്ര ഡ്രൈവിംഗ് സ്കില്ലുള്ള ഒരാളാണെങ്കിലും ഇപ്പം വാഹനത്തിൻ്റെ തകരാറ് കൊണ്ട് ആക്സിഡൻറ്റ്സ് സംഭവിക്കാം. പക്ഷേ അത് പ്രോബബിലിറ്റി ഭയങ്കര കുറവാണ്. ലൈക്ക് ഇപ്പം എൻജിൻ ഫെയിലിയർ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെക്കാനിക്കൽ ഫെയിലിയർ കൊണ്ട് ഒരു ആക്സിഡൻറ്റ്സ് ഉണ്ടാവുക എന്നുള്ളത് വളരെ വിരളമായിട്ടുള്ളൊരു കാര്യമാണ്. സോ അതിനുള്ള ഒരു ഇടവരുത്താതിരിക്കുക, പ്രോപ്പറായിട്ട് വാഹനത്തിൻ്റെ സർവീസൊക്കെ ചെയ്യുക, വീൽ അലൈൻമെൻറ്റ്, ബാലൻസിങ് അല്ലെങ്കിൽ ടയറിൻ്റെ ത്രെഡുകളൊക്കെ പ്രോപ്പറാക്കുക, വണ്ടിയുടെ സർവീസ് കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ആ കിലോമീറ്ററിനനുസരിച്ച് തന്നെ ചെയ്യുക. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് മെക്കാനിക്കൽ എറേഴ്സ് കൊണ്ടിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഒരുവിധം സോൾവ് ചെയ്യാൻ പറ്റും. ആക്സിഡൻറ്റ്സ് പറ്റാനുള്ള ഒരു പ്രധാന റീസൺ നമ്മൾ അശ്രദ്ധമായിട്ടുള്ള ഓവർടേക്കിംഗ് ആണ്. സോ പലരും ഓവർടേക്കിങ്ങിന് ഇപ്പം നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിൽ പഠിക്കുമ്പോഴേ എങ്ങനെ ഓവർടേക്ക് ചെയ്യണമെന്നൊന്നും പറഞ്ഞു തരാറില്ല. സോ നമ്മൾ ആ ഒരു ഗ്രാജുവലി എങ്ങനെ നമ്മൾ വാഹനം പഠിച്ചു വരുന്നോ അതിനനുസരിച്ചാണ് നമ്മൾ ഓവർടേക്ക് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നത്. സോ ഇപ്പം ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്, ചിലരിങ്ങനെ ഓവർടേക്ക് ചെയ്യാനായിട്ട് പയ്യെ വരുന്ന സ്പീഡിൽ തന്നെ പയ്യെ ഓവർടേക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ എൻ്റെ ഒരു നിഗമനം വെച്ചിട്ട് നമ്മളെപ്പോഴും ഓവർടേക്കിംഗ് ചെയ്യുന്നത് ഒരു ക്വിക്ക് റെസ്പോൺസിൽ തന്നെ ചെയ്യുക. ഇപ്പം ഈ വലിയ വാഹനങ്ങൾക്കൊക്കെ ഇപ്പം ലോറിയൊക്കെ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് ഒരു 3 സെക്കൻഡിന് കൊണ്ട് തന്നെ ഈ ലോറികളെയൊക്കെ ഓവർടേക്ക് ചെയ്യുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊക്കെ നല്ല രീതിയിൽ ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ട്. അന്നേരം നമ്മളെപ്പോഴും ലോറിയുടെ സൈഡിൽ പോയിട്ട് ഇവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് അവർ കാണത്തില്ല. അപ്പം പിന്നീടായിരിക്കും ലെഫ്റ്റോ റൈറ്റോ എടുക്കുമ്പോഴത്തേക്ക് ആക്സിഡൻറ്റ്സ് ഉണ്ടാകുന്നത്. സോ ഏത് വാഹനത്തിനും ഓവർടേക്ക് ചെയ്യുമ്പോഴും വിത്തിൻ ഒരു 1 or 2 സെക്കൻഡ്സ് ആ ഒരു വാഹനത്തിന് മറികടന്ന് ഫ്രണ്ടിലെത്താൻ ശ്രമിക്കുക. പിന്നെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇപ്പം നമുക്ക് ഓരോ വാഹനത്തിന് പവറിൽ വേരിയേഷൻ വരാറുണ്ട്. സോ ഈ ഒരു വേരിയേഷനെ മനസ്സിലാക്കുക എന്നുള്ളത് സോ അടുത്തതായിട്ട് നമ്മൾ വാഹനം ഓടിക്കുമ്പോഴത്തേക്കും പ്രധാനമായിട്ടും നമ്മൾ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം അല്ലെങ്കിൽ മൊബൈൽ ഫോണൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നത് കോ പാസഞ്ചറിനെ ഏൽപ്പിക്കുക. അന്നേരം പാട്ട് മാറ്റുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്യാൻ പോകുമ്പോഴത്തേക്കും ഈവൻ ഒരു സെക്കൻഡ്സിലേക്ക് ആണെങ്കിൽ പോലും നമുക്ക് നമ്മുടെ റോഡിൽ നിന്ന് കണ്ണെടുക്കേണ്ടി വരും. സോ ഈ ഒരു സെക്കൻഡ് മതി ചിലപ്പോൾ ആക്സിഡൻറ്റ് സംഭവിക്കാം, അല്ലെങ്കിൽ വേറൊരാൾ കുറുക്കെ ആടാനോ ഒക്കെ. അന്നേരം ആ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാതിരിക്കുക. മാക്സിമം നമ്മൾ മൊബൈൽ ഫോൺസൊക്കെ ഹാൻഡ്സ് ഫ്രീ ആയിട്ടുള്ള ലൈക്ക് ബ്ലൂടൂത്ത് ഒക്കെ കണക്ട് ചെയ്തെടുക്കുക. ഓൾസോ ഇപ്പം നമുക്ക് ഗൂഗിൾ അസിസ്റ്റൻറ്റിനെ വെച്ചിട്ടൊക്കെ കോൾ ചെയ്യാനായിട്ടൊക്കെ പറയാൻ പറ്റും. സോ ഇന്നാളെ കോൾ ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള ഫെസിലിറ്റീസൊക്കെ യൂസ് ചെയ്യുന്ന വഴി നമുക്ക് ഒരുവിധം ഹാൻഡ്സ് ഫ്രീ ഫെസിലിറ്റീസൊക്കെ യൂസ് ചെയ്യുന്നത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും.
പിന്നെ പ്രധാനമായിട്ടും നമ്മൾ റോഡിലെ ലൈക്ക് ഒരു സ്കിൽസ് എക്സിബിറ്റ് ചെയ്യുന്ന ഒരു ഇടമായിട്ട് കൺസിഡർ ചെയ്യാതിരിക്കുക. സോ ഇപ്പം നമുക്ക് വേറൊരാളെ ഞാൻ ഇത്രത്തോളം നീ എന്നെ കൊണ്ട് ചെയ്യിക്കും വണ്ടി ഓടിക്കും എന്നുള്ള രീതിയിൽ ലൈക്ക് എപ്പോഴും ആരെയും കാണിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നമുക്ക് വാഹനം നല്ലപോലെ ഓടിക്കാമെങ്കിൽ നമ്മൾ നല്ലപോലെ ഓടിക്കുക. ഇപ്പം എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂടെ വാഹനത്തിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും ഒരു ഭയം ഉണ്ടാവരുത്, ഇവ എന്താ ഇങ്ങനെ ഓടിക്കുന്നത് എന്നുള്ള രീതിയിൽ. സോ നമ്മളെപ്പോഴും വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ എടുത്ത് നൂറി വെച്ച് പറപ്പിക്കാതെ ഗ്രാജുവലി അവർക്ക് ഭയം ക്രിയേറ്റ് ചെയ്യാത്ത രീതിയിൽ, ഇപ്പോൾ കൂടുതലുള്ള ആൾക്കാർ സേഫായിട്ട് ഓക്കെ ഇവൻ ഓടിച്ച സേഫാണ് എന്ന് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ വാഹനം ഓടിക്കാൻ ട്രൈ ചെയ്യുക. സോ അങ്ങനെ നമ്മളിപ്പോൾ ഒരു പയ്യെയൊക്കെ ഇപ്പോൾ എടുത്ത ഉടനെ ഇപ്പം നമ്മൾ ഫ്രഷ് ആയിട്ട് ഒരു സിറ്റുവേഷനിൽ നിന്ന് വണ്ടി എടുക്കുകയാണെങ്കിൽ നമ്മൾ എടുത്ത ഉടനെ എടുത്ത് വെച്ച് നൂറി പറപ്പിക്കാതെ പയ്യെ വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ട് ഓക്കെ നമുക്ക് ഇയാൾ വണ്ടി ഓടിക്കും. ഇപ്പം എത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ബിഗിനർ ആയിട്ടുള്ള ഒരാൾക്കും ഈ ഒരു സാധനം ആപ്ലിക്കബിൾ ആണ്. അതായത് നമുക്ക് പയ്യെയൊക്കെ ഒരു വാഹനമൊക്കെ ഓടിച്ച് നമ്മൾ 2-3 കേവും കാര്യങ്ങളൊക്കെ പയ്യെ നീറ്റായിട്ടൊക്കെ എടുത്ത് ഒരു സിറ്റുവേഷനിലൊക്കെ ഓടിക്കുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ ഗ്രാജുവലി ആ ഒരു സ്പീഡ് ഇൻക്രീസ് ചെയ്ത് ഒരു 80 ഞങ്ങൾ സ്പീഡ് ലിമിറ്റിൻ്റെ കാര്യം പറയുന്നുള്ളൂ. ആ ഒരു സ്പീഡ് ലിമിറ്റിൽ പോകുമ്പോഴത്തേക്ക് നമുക്ക് കൂടുള്ളവർക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ട്, ഓക്കെ പുള്ളി ഡീസൻ്റായിട്ട് ഓടിക്കും എന്നുള്ള. അല്ലാത്തൊരു സിറ്റുവേഷൻ നമ്മൾ തുടക്കത്തിലേ എടുത്ത് വെച്ച് പറത്തുകയാണെന്നെങ്കിൽ കൂടിയിരിക്കുന്നവർക്ക് ഒരു ഭയം വരും, ഇവ എന്തോ നമ്മളെ കൊല്ലാൻ കൊണ്ടുപോകണം എന്നുള്ള. അന്നേരം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാതിരിക്കുക മാക്സിമം. അതുവഴി നമുക്ക് കുറച്ചുകൂടെ ഒരു പ്രൊഫഷണലായിട്ടുള്ള രീതിയിലൊരു ഡ്രൈവിംഗ് എന്നുള്ള അല്ലെങ്കിൽ ഒരു സേഫ് ആയിട്ടുള്ള ഡ്രൈവിങ്ങിനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും ഈ ഒരു രീതി ഫോളോ ചെയ്യുന്നതിലൂടെ. സോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് കരുതുന്നു. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലും ഒപ്പീനിയൻസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ പറയുക, ലൈക്ക് ഒരു സേഫ് ഡ്രൈവിംഗ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.